السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وآل كل الصحابة الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجعلنا فيها جنات من نخيل وأعناب فجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. وآية لهم الليل نسلخ منه النهار فإذا هم مظلمون. قال الله عز وجل. വിനിങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തിൽ ജീവിക്കുന്ന ഞങ്ങളെ ഖൈറിന് വേണ്ടിയിട്ട് ചൊമ്മ നിഅമത്താക്കി തന്നുകൊണ്ടും അല്ലാഹുവിൻ്റെ ഖുദ്റത്ത്, കഴിവ്, സാമർഥ്യം അത് വളരെ വിശാലമാണ് ചെന്നിട്ട് അറിയിക്കേണ്ട വിഷയങ്ങളാണ് ചെന്നുകൊണ്ടുള്ളത്. ആ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ ചെന്നത് നിങ്ങൾക്ക് ഈത്തപ്പഴത്തെ തൈയും മുന്തിരിങ്ങളും ഞങ്ങളെല്ലാം നിങ്ങൾ സൃഷ്ടിച്ച് തന്നറ, ധാന്യങ്ങളെല്ലാം ഉണ്ടാക്കി തന്നറ ചെന്നിട്ട് അതിലിപ്പോൾ കർജൂരത്തെ മരത്തെ വിഷയത്തിൽ ഖുർആൻ അത്രയും എടുത്തു ചൊല്ലോ. കാരണം ഞാൻ പഠിച്ച ദ്രാക്ഷിയുടെ വിഷയത്തിൽ, മുന്തിരിങ്ങയുടെ വിഷയത്തിൽ ഖുർആൻ പ്രത്യേകിച്ചിട്ട് പേരെടുത്ത് ചൊല്ലുകൊള്ള കാരണം മുഫസ്സിരീങ്ങ ചൊല്ലെ വലിയ മഹത്വമുള്ള വസ്തുവാണ് ദ്രാക്ഷി ചൊല്ലത്. അല്ലാഹുവിന്റെ മുൻകാല കിതാബുകളിൽ വന്ന വിഷയമാണ് അതക്ഫുറൂന ബി വഅന ഖാലിഖുൽ ഐനബ്. നണ്ടനിങ്ങനെ നിഷേധിക്കണമാ, നാണ് ദ്രാക്ഷിരെ മുന്തിരിങ്ങയുടെ നാണ് പടച്ചവനാണ്, സൃഷ്ടിച്ചവനായിരിക്കടെ. മുന്തിരിങ്ങയുടെ സൃഷ്ടിച്ചവനായ നണ്ട് നിങ്ങൾ എന്തിനു നിഷേധിക്കടാറ് ചെന്നിട്ടു അതിനെ പ്രത്യേകിച്ചിട്ട് എടുത്തിട്ട് ചെന്നിട്ടുണ്ട് അല്ലാഹു തആല. ചൊമ്മ പ്രത്യേകത്തെ വിശേഷത്തെ ഉള്ളെങ്കിലത്തെ ആരോഗ്യ സംബന്ധമായിട്ട് ചൊമ്മ ഉപകാരമുള്ള വസ്തുവാണ് ദ്രാക്ഷി ചൊല്ലത്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കൊർക്ക ഉണക്ക് മുന്തിരിങ്ങ ഹദിയായിട്ട് ആരാ കൊടുത്താറ്. ആ ടൈമിൽ റസൂലുള്ളാഹി തങ്ങൾ തന്നെ ബിസ്മില്ല അള്ളാഹിൻ്റെ പേര് കൊണ്ടിട്ടു. കുലു, നിങ്ങ ഉണക്ക മുന്തിരിങ്ങ തിന്നോറോ. നിഅമത്തു ആമു അസ്സബീബ്. ഉണക്ക മുന്തിരിങ്ങ നല്ല ആഹാരമായിരിക്കട. ഉണക്ക മുന്തിരിങ്ങ നല്ല ആഹാരമായിരിക്കട്. കാരണം ചൊല്ലെ യശുത്തുൽ ആസ്ബ, നാടിയുടെ ഗട്ടിയാക്കട്. നിങ്ങൾ നരമ്പുടെ നാടി നരമ്പില്ലേ, അതിലെ നാടി നരമ്പുകളെ ഗട്ടിയാക്കടെ പവർ ഉണക്ക മുന്തിരിങ്ങ കൊണ്ടു. വയദുഹബുൽ വസ്ബ്, ബച്ചൽ ഇല്ലാണ്ടാക്കട്. യുദ്ഹിബുൽ വസ്ബ്, ബച്ചൽ അല്ലേ, മനുഷ്യർക്ക് ബച്ചൽ വരുമ്പോൾ, ക്ഷീണം വരുമ്പോൾ അതിനെ ഇല്ലാണ്ടാക്കട് ഉണക്ക മുന്തിരിങ്ങ. യുത്ഫിഉൽ ഗളബ്, അർസത്തെ കുറക്കട്. മനുഷ്യ ഉണക്ക മുന്തിരിങ്ങ തിന്ന തുടങ്ങിയെങ്കിൽ അർസത്തിൽ കുറയിട്. ചില മൊക്ക ഹട്ടയാറ അർസയാറക്കിട്. അപ്പം തിന്ന ഇടയിടക്ക് എന്താക്കിയിട്ട് ഉണക്ക മുന്തിരിങ്ങ കൊടുത്തെങ്കിൽ അർസ കുറയിടുണ്ടാണ്. യുർദി റബ്ബ, അള്ളാഹുടെ വലിയ തൃപ്തിയാക്കട്. അള്ളാഹു ഇഷ്ടമാണ് ഉണക്ക മുന്തിരിങ്ങ തിന്നെടുത്ത്. യുതയ്യിബുൻ നക്ഹത, ബായിയുടെ നാത്തങ്ങൾ, ബായി വാസന മര്യാദ തേക്കിട്. വലത്തേച്ചെങ്കും തെൽത്തിൻ്റെ സാത്ത് ബായി നാരയാണ്. അപ്പോൾ അതിൽ നല്ല മണമുള്ള ബായിയുടെ മണമുള്ള സ്ഥിതിക്കത്ത് പാട്ട്. യുദ്ഹിബുൽ ബൽഗം, കഫത്തെ ഇല്ലാണ്ടാക്കട്, കഫ ദൂറാക്കട്. യുസ്ഫില്ലവും
ഞങ്ങളെ കളർ അതിൽ നല്ല തെളിഞ്ഞ കളറാക്കി എടുത്തടിയുടെ ശരീരത്തിൽ. അങ്ങനെ ചുമ നേട്ടങ്ങളുള്ള വസ്തുവാണ് ഉണക്ക മുന്തിരിങ്ങ. ഇനി മുന്തിരിങ്ങയുടെ സസിര് എന്താക്കട്ട് അതിൽ ഗെല്ലിടെ മുറിച്ചുണ്ടായെങ്കിൽ ആ ഗെല്ല് മുറിച്ച ടൈമിൽ പണ്ടെങ്കിത്തെ തന്നി അതിലിത്തരും. ആ തന്നിയുടെ സ്കിൻ രോഗ ചൊരി പോലത്തതൊക്കെ വിധേയമായ ആൾമാർക്ക് അത് കൊടുത്തേണ്ടായെങ്കിൽ, ആ തന്നി കൊടുത്തേണ്ടായെങ്കിൽ, പൊടിക്ക് കൊടുത്തെങ്കിൽ അങ്ങനെ സ്കിൻ രോഗ അങ്ങനെ ചൊരി അത് ആയത്ര വേഗം പോകുന്നുണ്ടാണ്. ചൊരി ചൊല്ലത് അത് മനുഷ്യർ വർഷങ്ങളോളം ചിലപ്പോൾ പണ്ട് സീക്കായിട്ടിരിക്കും. അപ്പോൾ അതുക്കുള്ളൊരു പരിഹാരമാണ് എന്തായിട്ടിക്കട് ഉണക്ക മുന്തിരിങ്ങ ദ്രാക്ഷി ബള്ളിയുടെ ആ തന്നി മുറിച്ച് ഗെല്ല് മുറിച്ചപ്പോൾ പണ്ട് തന്നി കൊടുക്കും കുടിക്കും. അതേപോലെ ഈ തന്നിയുടെ ഒട്ടാക്കിയിട്ട് ഈ ദ്രാക്ഷി ഗെല്ലിടെ അതിൽ ഇത്തരങ്കത്തെ ആ തന്നിയുടെ ഒട്ടാക്കിയിട്ട് കള്ള് കുടിക്കുന്ന ആൾ, അതുപോലത്തെ അമലു പദാർത്ഥത്തിന് ബലിയായ ആൾ, അങ്ങനെ പിന്നെ പുറത്തെടുക്കത്ര സ്വലാബന്ധമില്ല. അമലു പദാർത്ഥത്തിൽ ബലിയായെങ്കിൽ പുറത്തെടുക്കത്ര സ്വലാബന്ധമില്ല. അങ്ങനത്തെ ആൾ അങ്ങനെ ഗൊന്തില്ലാണ്ട് ഇതിനെനിക്ക് കള്ള് കുടിച്ചാൽ പിന്നെ കൊടുത്തേണ്ടായെങ്കിൽ ആയത്ര വേഗം പിന്നെ കള്ള് കൂട്ടാറുണ്ടായിരിക്കട്. കള്ള് ഉണ്ടാക്കടെ ദ്രാക്ഷിയിൽ നിന്നിട്ടായിരിക്കട്. മൈനൊരു സാധനമാണ് ദ്രാക്ഷി. ഭാരതത്തിൽ നിന്നുണ്ടാക്കണാറാണെങ്കിൽ മൈനുണ്ടാക്കണമേ ദ്രാക്ഷിയിൽ നിന്നിട്ട്. പക്ഷേ ആ ദ്രാക്ഷിയുടെ എല്ലിൽ കൊണ്ടെങ്കത്തെ ആ തന്നി കള്ള് കുടിക്കണങ്ങളെ മദ്യവർജന ആക്കുകൂ, മദ്യത്തിൽ നിന്നിട്ട് ദൂരത്താക്കുകൂ വലിയ മറന്നുണ്ടായിരിക്കട്. അതേപോലെ ദ്രാക്ഷയിൽ നിന്നിട്ട് കള്ളുണ്ടാക്കിയെങ്കിൽ ആ കള്ള് പിന്നെ സുർക്ക ആയിട്ടുണ്ടായെങ്കിൽ അത് ഞങ്ങൾക്ക് വലിയ ആരോഗ്യത്തിന് നല്ലതായിരിക്കട്. കള്ള് സുർക്ക ആക്കടല്ല, അതായിട്ട് ആവിടെ കള്ള് പോയിട്ട് സുർക്ക ചെന്നതിരെ അതിലെ ആ അമലു അംശങ്ങൾ പോയിട്ട് സാമാന്യ ഹലാലായ കുടിക്കോ യോഗ്യമായ വസ്തുവായിട്ട് വന്നെങ്കിൽ ഖൈറു ഖല്ലിക്കും ഖല്ലുകം ഹംറിക്കും, നിങ്ങളുടെ സുർക്കത്തിൽ ഏറ്റവും ഹൈറായ സുർക്ക വിനിഗർ, അത് കള്ള് പോയിട്ട് സുർക്ക അവിടല്ലേ അതായിട്ട് ആക്കിയതല്ല, അതായിട്ട് ആവണം. അപ്പോൾ കാരണം ഹറാമിൽ നിന്നിട്ട് ഹറാമായ കള്ള് പോയിട്ട് മറുല്ലാത്തുൽ റബ്ബ് അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട വസ്തുവായിട്ട് മാറ്, അതും ഒരു കാരണമായിട്ട്. അത് ചുമ ഉപകാരം ഉണ്ടായിട്ടിക്കടെ. ചുമ ഉള്ളെനിക്ക് അതേപോലെ തൊണ്ട കെട്ടിയ ആൾമാർ, ഇങ്ങനെ തൊണ്ടൽ എന്നൊക്കെ വന്ന് കിട്ടിയ പോലെ ഉള്ള ആൾമാർ അങ്ങനെയെല്ലാം കൊടുത്തിട്ടുണ്ടായെങ്കിൽ അത് വലിയൊരു ഉപകാരമായിട്ടിക്കട്. ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുയുടെ മജ്ലിസിൽ ആരെങ്കിലും തൊണ്ട യാറതാക്കണ അണക്കടെ ചുമക്കടെ യാറായെങ്കിൽ അയാളത് ഏത് കള്ള് സുർക്ക ആയ മസ്തില്ലാത്ത സുർക്കത്തെ കുടിക്കൊക്കെ ചെന്നുകൊണ്ടിട്ടുണ്ടായിരിക്കണ്. റസൂലുള്ളാഹി ഞങ്ങൾ ഹദീസിൽ ചെന്നുകൊണ്ട് നിഅമൽ ഇദാം, കരിയിൽ വെച്ച് ഹൈറായ കരി അത് സുർക്കായിട്ട് കിട ചെന്നിട്ട്. അതുകൊണ്ട് എത്രയോ മുൻകാലത്തെ മഹാന്മാർ സുർക്ക കൂട്ടിയിട്ട് ജീവിച്ച സംഭവങ്ങൾ ചരിത്രത്തിലുണ്ട്. ഇങ്ങനെ പല വിഷയങ്ങളും അടങ്ങിയ ഉപകാരത്തുകളിലെ ആരോഗ്യവശങ്ങൾ പലതുമുള്ള വസ്തുവാണ് ദ്രാക്ഷി, മുന്തിരിങ്ങ. അതുകൊണ്ടാണ് ഖുർആൻ പ്രത്യേകിച്ചിട്ട് ആ ദ്രാക്ഷിയുടെ ചൊല്ലുകളുടെ കാരണം. ഖുർആൻ ചൊന്ന ജീവികളും ഖുർആൻ ചൊന്ന വസ്തുക്കളും അത് വെറുതെയല്ല, അതിൽ ചൊമ്മ ഉപകാരങ്ങളും ചൊമ്മ സവിശേഷതകളെ ഇക്കലുണ്ടായിരിക്കട്ടെ. ഇനി ഖുർആൻ ചൊന്നുകൊണ്ടില്ലേ നിങ്കനാക്കി ഇങ്ങനത്തെ വലിയ നിയമത്താണ്. ഫച്ചർന ഫീഹ, ഭൂമിയിൽ നിന്ന് ഉറവ് എടുപ്പിച്ചിര, ഉറവ് പൊട്ടുമാറ്റിര, നിങ്ങൾ ഉറവിടങ്ങൾ നിങ്ങൾ പൊട്ടുമാറ്റിര. അഥവാ എന്തായിട്ടിക്കട് ഭൂമിയിൽ പൊലകളിലും കുളങ്ങളിലും കിണറ്റിലും ഒസറിലൂടെയും മറ്റുമായിട്ട് നിങ്ങൾ തന്നിയുടെ വ്യവസ്ഥ ആക്കി തന്നറ. അല്ലെ, അള്ളാഹു ഉദ്ദേശിച്ച മാത്രമേ തന്നെയുള്ളൂ. അള്ളാഹു വിചാരിച്ചില്ലെങ്കിൽ ഒരു അംശം പോലും തന്നെ മനുഷ്യരെ കൊടുക്കാൻ സാധ്യമില്ല. വലിയ നിയമത്താണ് തന്നെ ചൊല്ലത്. മനുഷ്യരെ നിലനിൽപ്പുക അത്യാവശ്യമാണ് തന്നെ ചൊല്ലത്. പ്രത്യേകിച്ചൊരു നൽവെള്ളം ഞങ്ങളുടെ രായത്ത് കിട്ടുമെങ്കത്തെ ഈ സിഹി തന്നെ ചൊല്ലാം, അഥവാ കുടിക്കോ യോഗ്യമായ തന്നെ, അത് വലിയ നിയമത്താണ്. എത്രയോ രായങ്ങളിൽ സിഹി തന്നെ ഇല്ലാണ്ട് ഉപ്പ് തന്നെയും പല നിലക്കുള്ള ടേസ്റ്റുള്ള തന്നെ കിട്ടി ലാസ്റ്റ് അതിൽ ഫിൽറ്ററാക്കിയിട്ടും
ഉടോട്ട് തന്നെ എടുത്താൽ കുടിക്കലായിട്ട് മക്കത്തുക്കും മദീനത്ത് എല്ലാം പോയി കുന്തിക്കും പള്ളിക്ക് ഹദിയാക്കില്ലേ പള്ളിക്ക് പലതും ഹദിയാക്കയുടെ കൂടത്തിൽ അങ്ങ് ഹദിയാക്കയുടെ വലിയ വസ്തുവായിട്ട് തന്നി ബോട്ടിലിങ്ങ ഞങ്ങളതായിട്ട് ആരും പള്ളിക്ക് തന്നിയുടെ ബോട്ടിൽ ഹദിയാക്കിടാറ് അറിയോ അതുപോലത്തെ വസ്തുക്കളാണ് ഹദിയാക്കടെ അവിടെ വലിയ ഹദിയുടെ വസ്തുവായിട്ട് തന്നി ബോട്ടിൽ പള്ളിക്ക് ഹദിയാക്കടേ നോമ്പുൽ ചുമ്മ രാശി തന്നി എടുത്താൽ വന്ന് പള്ളി കൊടുക്കട്ടെ എന്തെങ്കിലും അവിടെ കിട്ടണമെങ്കിൽ ആ തന്നി അത് കുടിക്കുക യോഗ്യമല്ല ഫിൽറ്റർ തന്നെയാവണം വലിയ നിയമത്താണ് അപ്പോൾ തന്നി ചൊല്ലത് അള്ളാഹു താല ഉദ്ദേശിച്ച മാത്രം കിട്ടണം ഇല്ലെങ്കിൽ അത് കിട്ടില്ല എല്ലോ അങ്ങനമേ എന്നാലും തന്നിക്ക് അങ്ങനത്തെ ഒരു വിഷയമുണ്ട് ഔ യുസ്ബിഹ മാഉഹ ഗൗറ ഫലൻ തസ്തതിഅ ലഹു തലബ നിങ്ങളെ ഈ ഭൂമിയുടെ തന്നിയുടെ മീത് അള്ളാഹു ഒറ്റിച്ചെങ്കിൽ അഥവാ അതിനെ കാലിയാക്കിയിട്ട് അടിക്ക് ഭൂമിയുടെ അടിക്കെത്ത മാടിയെങ്കിൽ നിങ്ങൾക്ക് പിന്നെ തന്നി കിട്ടുക സാധ്യമേ ഇല്ല നിങ്ങൾ എത്ര തേടിയെങ്കിലും തന്നെ എവിടുണ്ടോട് കിട്ടുക സാധ്യമില്ല എന്നതാണ് അൽ കഹ്ഫിൽ അല്ലാഹു തആല ചൊല്ലുന്നത് അങ്ങനെ അന്ന തഫ്ജീർ അൽ അൻആമി അൻഹാരി വൽ ഉയൂനി ഫിൽ ബിലാദി റഹ്മത്തുൻ മിനല്ലാഹി തആല അലൽ ഇബാദ് കായങ്ങളിൽ പൊലലും അതുപോലത്തെ ജാഗിലും അല്ലാഹു തആല തന്നെ നിങ്ങൾക്ക് തൻ്റെ ചൊല്ലത് അത് വലിയ അല്ലാഹുടെ റഹ്മത്താണ് കാരണം കുല്ലി ശൈ ഹയാത്തു കുല്ലി ശൈ എല്ലാ വസ്തുക്കളെയും ജീവനമുള്ളത് തന്നിലാണ് തന്നെയില്ലെങ്കിൽ മനുഷ്യനില്ല മൃഗങ്ങളില്ല തൈങ്ങളില്ല ഒരു ജീവനാ ചൊല്ലതില്ല ജീവൻ്റെ നിലനിൽപ്പേ ജീവി ചൊല്ലതിൻ്റെ നിലനിൽപ്പേ തന്നിലാണ് പക്ഷികൾ ജീവിക്കുകയും തന്നെ അതേപോലെ തോട്ടങ്ങൾക്ക് സൗന്ദര്യങ്ങളും ഉയർച്ചയും വളർച്ച ഉണ്ടാവണ തന്നി വേണം ഇത്രയും വലിയ നിഅമത്താണ് തന്നി ചൊല്ലത് ലിയൽകുലു മിൻ സമരിഹി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തിൽ പല നിലക്കുള്ള ആഹാരങ്ങളും ധാന്യങ്ങളും അതേപോലെ പലതും ഉണ്ടാക്കി തരുകയും പ്രത്യേകിച്ചിട്ട് ഈത്തപ്പഴയും ദ്രാക്ഷി മുന്തിരിങ്ങയും അതിലെ തൈകളും അല്ലാഹു തആല ആക്കി തന്നത് ലിയൽകുലു വെറുതെയൊന്നുമല്ല മനുഷ്യന്മാർ തിന്നുക വേണ്ടിയിട്ട് മിൻ സമരിഹി ഈത്തഫലത്തിൽ നിന്നിട്ടും ദ്രാക്ഷയിൽ നിന്നിട്ടും അങ്ങ് തിന്നുക വേണ്ടി അതിലെ ആ മരത്തെ ഫലത്തെ മനുഷ്യന്മാർ തിന്നു വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ആക്കിയത് പക്ഷേ വമാ അമിലതു ഐദീഹിം ഇതെന്തും അങ്ങനെ കൈകളാക്കിയതല്ല ഇങ്ങ ഊഹിച്ച പോലെ ഇങ്ങനെ കൈകൊണ്ടുണ്ടായതെന്തുമല്ല ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തെങ്കിലത്തെ റഹ്മത്താണ് അല്ലാണ്ട് മനുഷ്യന്മാരെ ശ്രമ കൊണ്ടിട്ടുകൊണ്ട് ചൊല്ലുകയില്ല അല്ലാഹുടെ റഹ്മത്ത് കൊണ്ടാണ് ഈ ഭൂമി ലോകത്തിൽ ഈ വ്യവസ്ഥകൾ തോട്ടങ്ങളും കൃഷികളും ചൊല്ലുന്ന വ്യവസ്ഥ അല്ലാഹു ഉണ്ടാക്കിയത് ഇത്രയും ഉണ്ടാക്കിയിട്ട് അനുഗ്രഹിച്ചിട്ട് റബ്ബ് തന്നുകൊണ്ടിരിക്കുമ്പോൾ അഫലാ യഷ്കുറൂൻ അല്ലാഹുടെ നിഅമത്തുക്ക് നന്ദി എന്തേ മനുഷ്യന്മാർക്കില്ല ഖുർആൻ കേൾക്കുന്ന നന്ദി ആക്കറുണ്ടല്ല നന്ദി ഇല്ലെന്തേ അല്ലാഹുടെ നിഅമത്ത് അല്ലാഹു തന്ന നിഅമത്ത് ആഹാരങ്ങളും ഫുഡ്സുകളും പലതും തിണ്ടിട്ടും അതുകൊണ്ട് വരുമാനമാക്കിയിട്ടും തോട്ടാക്കിയിട്ടും കൃഷിയാക്കിയിട്ടും നിങ്ങൾ ജീവിച്ചുകൊണ്ടുള്ളാറ് പക്ഷെ നിങ്ങൾക്ക് നന്ദി എന്തേ ഇല്ല നന്ദി എങ്ങനെ ഒന്ന് അല്ലാഹുടെ തൗഹീദ് ഏക വിശ്വാസം അല്ലാഹുടെ പരിശുദ്ധി അല്ലാഹുടെ പുകഴ്ത്തിരെ അല്ലാഹുടെ മദ്ഹാക്കടെ അല്ല ഒരു തിന്നുമ്പോൾ ഒരു ബിസ്മി വരെ ആ ഫുഡ്സ് തിന്നുമ്പോൾ ഒരു ബിസ്മി വരെ ചെല്ലുന്നത് നെനപ്പിക്കില്ല ചിലപ്പോൾ ഒരു ബിസ്മി ചിലപ്പോൾ തിന്നെങ്കിൽ ചൊന്നെങ്കും തിണ്ടൽ പിന്നല്ല അൽഹംദുലില്ലാ ചെന്നിട്ട് ഒരു ശുക്രാക്ക് ചമ്മറ്റാന്മാർക്ക് മറന്നു പോണ്ട് ശുക്രാക്കോട് കൊണ്ടുണ്ട് പക്ഷെ തിൻ്റെ തീറ്റിക്ക് പിന്നെ നെനപ്പിക്കില്ല പിന്നെ അൽഹംദാക്കണം എന്താക്കണം നിസ്കാരത്തിൽ ഫാത്തിഹ തുടങ്ങണം തിൻ്റെപ്പം നെനപ്പിക്കില്ല എന്തേ തിൻ്റെ ടൈമിലും അതിൽ ആസ്വദിക്കുന്ന ടൈമിലും ആ നിഅമത്ത് ഉപയോഗിക്കുമ്പോൾ അള്ളാഹുക്ക് നിങ്ങൾ എന്തേ നന്ദിയാക്കില്ല ഖുർആൻ കേട്ടുകൊണ്ടുണ്ട് നേരെ മറിച്ചിട്ട് ലഇൻ ശക്കർത്തും ലഅസീദന്നകും ഖുർആൻ വേറെ ജാഗിൽ ചൊല്ലു നിങ്ങൾക്ക് അള്ളാഹു നിഅമത്ത് തരുമ്പോൾ ആ നിഅമത്തുക്ക് നിങ്ങൾ നന്ദി ആക്കിടാറുണ്ടായെങ്കിൽ നന്ദി ചൊല്ലാറ് ഹംദ് ചൊല്ലാറുണ്ടായെങ്കിൽ അള്ളാഹു താല ചൊല്ലതിൽ നിങ്ങൾക്ക് കുറക്കിടല്ല യാരമേ തൻ്റെ നിഅമത്ത് തന്ന പോലെയും അള്ളാഹു യാറെ തൻ്റെ ഇനി ഖുർആൻ ചൊല്ലത് സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ സുബ്ഹാൻ അല്ലാഹു പരിശുദ്ധിയാണ് പരിശുദ്ധനാണ് അല്ലാഹുടെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തിര ചൊല്ലുടെ അല്ലാഹു പരിശുദ്ധനാണ് ഏത് അല്ലാഹു ഖലഖൽ അസ്വാജ കുല്ലഹാ
ഇണതുണ വ്യവസ്ഥകൾ ഇനങ്ങൾ ചൊല്ലത് അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചത് കുല്ലഹ അതെല്ലത്തെയും എല്ലാ ഇനങ്ങളെയും അല്ലാഹു സൃഷ്ടിച്ചത് മിമ്മാ തുംബിതുൽ അർദ് ഭൂമി മുളപ്പിക്കുന്ന വസ്തുവിൽ നിന്നിട്ടും ഒമിൻ അംബുസിയും അങ്ങനെ തടിയിൽ നിന്നിട്ടും ഇണകൾ തുണകൾ ചൊല്ല വ്യവസ്ഥ അള്ളാഹു ഉണ്ടാക്കി തന്നത് ഒമിന്മാരായ ആലമോൻ അങ്ങ് ഗുന്തില്ലാത്ത വസ്തുവിൽ നിന്നിട്ടും എന്തിനാണ് ചെന്നെങ്കിൽ അസ്വാജി ചെന്നെ അങ്ങ് മാപ്പിള പെഞ്ഞായിക്ക് അസ്വാജി ചൊല്ലു ആണ് പെണ്ണുക്ക് അങ്ങനെ ചൊല്ലു പല ഇണങ്ങൾ പല വിവിധങ്ങളായ ഇനത്തുകും എന്തിനാ ചൊല്ലു അസ്വാജിന് ചൊല്ലു. അപ്പോൾ ടോട്ടലി ഈ ദുനിയാവിലുള്ള ചൊമ്മത്തെ വസ്തു എടുത്ത് നോക്കിയെങ്കിൽ ഒന്ന് ഇനൊന്നു ആവശ്യമുള്ളത് ആണ് പെണ്ണുക്ക് ആവശ്യമുണ്ട്. അത് എല്ലാ വർഗത്തിലും ഉള്ളതാണ്. ഈ തപോലത്തെ വിഷയങ്ങൾ ചൊന്ന അതേപോലെ മനുഷ്യരെ ചൊല്ലുകൊണ്ടില്ല. മൃഗങ്ങളും അതേപോലെ ആയിരിക്കട്. അതേപോലെ ദുനിയാവുടെ വ്യവസ്ഥകൾ യാരെടുത്ത് നോക്കി എങ്ങനെയായിരിക്കട് ഒന്ന് ഇനൊന്ന് ടച്ചിക്കട്. ആകാശത്തുക്ക് ഭൂമി വേണു, ഭൂമിക്ക് ആകാശം വേണം. ജാവുക്ക് പകൽ വേണു, പകൽക്ക് ജാവ് വേണം. പ്രകാശത്തുക്ക് ചിന്മ വേണു, ചിന്മക്ക് പ്രകാശം വേണം. അങ്ങനെ അതും ഇതുമായിട്ടൊരു അഭേദ്യ ബന്ധങ്ങൾ ഇന തുണവച്ചുള്ള വ്യവസ്ഥ ഈ ഭൂമി ലോകത്തിൽ ഉള്ള ഒരു ഇതായിരിക്കട്. അത് അല്ലാഹു തആല ഉണ്ടാക്കിയത്. പക്ഷേ ഒന്നും ആശ്രയിക്കാണ്ട് ഒരു ഇണകളും വേണ്ട ചെന്നിട്ടു ഏകമായിട്ട് നാണയമയ്യാവു ചെന്നിട്ടുള്ള ആ വ്യവസ്ഥയിലുള്ളത് ഇലാഹായ റബ്ബായിട്ടിരിക്കും. റബ്ബുക്ക് അങ്ങനെ ഒന്നും വേണ്ട. അപ്പൊ ഇനങ്ങൾ ചൊല്ല ഈ വ്യവസ്ഥ അല്ലാഹു തആല ഉണ്ടാക്കിയത് മിമ്മാ തുംബിതുൽ അർദ് ഭൂമി മുളപ്പിക്കണമെങ്കിൽ ധാന്യങ്ങളിലും പലതിലും അല്ലാഹു ഇങ്ങനെ ആക്കിയത്. അതേപോലെ അരി നോക്കോറും പല ഇനങ്ങളായ അരികളാണ്. അരി ചെന്ന് ഒരേ നമുക്ക് അരിയല്ല, എത്ര നമുക്ക് അരിയുണ്ട്. അതേപോലെ ഒരു ഈത്തപുരത്തിൽ എത്ര ഇനങ്ങൾ നോക്കോറും ഈ ടൈമിൽ റമദാൻ്റെ ടൈമിലൊന്നും വാട്സപ്പിലും ഫേസ്ബുക്കിലും അതിന് പ്രത്യേക പേര് ചെന്നിട്ടേ എങ്ങനത്തെ സുക്കുരി ചെന്നിട്ടും അജ്വ ചെന്നിട്ടും എന്തെല്ലാം പേരുകളിലുള്ള ഈത്തപ്പഴ നമുക്കിപ്പം ഫോട്ടോത്തിലെ നമുക്ക് പഠിക്കുക അവിടെ മറ്റൊന്നും ഇല്ല. പക്കത്തുകെ പോകുന്നുണ്ടെന്നില്ല, അല്ലെങ്കിൽ വലിയ വലിയ ഈത്തപ്പോലത്തെ ഷോപ്പ് പോകുന്നുണ്ടില്ല. അപ്പോൾ അങ്ങനെ പല ഇനങ്ങൾ ഓരോന്നിലും അല്ലാഹു തആല വിവിധങ്ങളായ ഇനങ്ങൾ മാങ്ങിയ ഒരു ഇനമല്ല, വ്യത്യസ്തങ്ങളായ ഇനങ്ങൾ മാങ്ങിയലുണ്ട്. ദ്രാക്ഷി എത്ര ഇനങ്ങളുണ്ട്. ഒമിൻ അംബുസിക്കും മനുഷ്യന്മാരുടെ ശരീരത്തിലും അല്ലാഹു ഇണത്തുണ വ്യവസ്ഥ ആണ് വേറെ പെണ്ണ് വേറെ പലതും അല്ലാഹു ഉണ്ടാക്കിയത്. അത് മാത്രമല്ല ഒമിന്മാലായാലമോൻ മനുഷ്യന്മാർ ഗൊന്തില്ലാത്ത എത്രയോ ജീവികളുണ്ട് ഇവിടെ. ഗൊന്തുള്ളതല്ല, ഗൊന്തില്ലാത്ത ജീവി. അങ്ങനത്തെ അത്ഭുതകരമായ അപൂർവമായ പല ജീവികളിലും അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഇണതുണ വ്യവസ്ഥ ചുണ്ടത് അല്ലാഹു തആല ആക്കി വെച്ചത്. സമുദ്രത്തിലും കരയിലും ആകാശത്തിലും ഭൂമിയിലും എന്തെല്ലാം ജീവികളാണുള്ളത്. മുഫസ്സിരീങ്ങൾ ചൊല്ലാറ് ദവാബുൽ ബഹരി വൽ ബർരി അൽഫു സിൻഫിൻ ലാ യഅലമുൻ നാസു അക്സറഹ. സമുദ്രത്തിലും കരയിലും നിലത്തിലും ജലത്തിലുമുള്ള ഇങ്ങനത്തെ ജീവിക ആയിരക്കണക്ക് ഇനങ്ങളാണ്. 1000 ഗ്രൂപ്പ് ആയിട്ട് 1000 ഗ്രൂപ്പായിട്ടുണ്ടോ ചമ്മത്താർമാർക്ക് അത് ഗൊന്തില്ലാണ്ടായിരിക്കും അല്ലേ. ഞങ്ങൾക്ക് എന്തിര ഗൊന്തുണ്ടോ? ആകാശത്തെ വിഷയ, ഭൂമിയുടെ വിഷയ, ഞങ്ങൾക്ക് എന്തിര ഗൊന്തുണ്ട്? എന്തെല്ലാം ഉണ്ട് ഈ ലോകത്തിൽ. അപ്പം ഖിയാമന്നാൽത്തോലും വിജ്ഞാനിമാർ കണ്ടുപിടിച്ചോട്ടേക്കണം. കണ്ടുപിടിച്ചപ്പോൾ നടത്താക്കണോ ഒന്നും ഗൊന്തയിട്ടുണ്ട്. അപ്പം അച്ഛനാക്കണോ ഇത് ഗൊന്തില്ല എനിക്ക്, ഇത് ഗൊന്തയിട്ട്. അപ്പം ഇതുപോലെ എത്രമാ ഗൊന്തില്ലാത്തത് എന്തുകൊണ്ടെന്ന് അച്ഛനാക്കണോ? കണ്ടുപിടിച്ചൊരു അത്ഭുതമല്ല. അല്ലാഹുടെ ഒരു സൃഷ്ടിനക്ക് ഗൊന്തയിട്ട്. അപ്പം ഇനി ഇത്രത്തോളം ഇത് ഗൊന്തില്ല. അതിപ്പോൾ പുതിയൊരു പ്രഭേദ, പുതിയൊരു സൃഷ്ടിനെ കിട്ടിയിട്ട് അപ്പം ഇനി ഇതുപോലത്തെ സൃഷ്ടിക്കൊണ്ട് നടത്താക്കണം. സമുദ്രത്തെ വിഷയത്തിലുള്ള പഠിച്ചു നോക്കുക യൂട്യൂബിൽ ഫേസ്ബുക്കിലല്ല. ഏതെല്ലാം നിലക്കുള്ള ജീവികളാണ് സമുദ്രത്തിലുള്ളത്. ബലയിൽ കിട്ടാത്ത, ഗാളത്തിൽ കിട്ടാത്ത മീനുകൾ പിടിക്കുകയും സാഹസത്തോടുകൂടെ ആമ്ലജനകത്തോടുകൂടെ സമുദ്രത്തെ ഉൾഗത്തിക്കിട്ടുള്ള വെറുതെ വീഡിയോത്തിൽ എന്തെല്ലാം നോക്കുന്ന ബദൽക്ക് ആ സമുദ്രത്തെ ഉൾഗത്ത അത്ഭുതങ്ങൾ നോക്കണം. അവിടെ പോയിട്ട് അങ്ങ് പിടിക്കുന്ന മീനുക, അങ്ങനെ നോക്കുന്ന ജീവിങ്ങ, ക്യാമറ ആയിട്ടാണ് അങ്ങ് പോണ്ടേ. അതൊന്നും അങ്ങനെ കൃത്യമായിട്ട് ഉണ്ടാക്കലല്ല, അങ്ങനെ ഉള്ള ഒറിജിനാലിറ്റിയാണ് കാട്ടിത്തണ്ടേ. സമുദ്രത്തെ ഉൾഗത്തുള്ളെങ്കത്തെ മരങ്ങൾ, സസികൾ,
അതേപോലെ സമുദ്രത്തെ ഉൽഗത്തുള്ളെങ്കത്തെ പർവ്വതങ്ങൾ, അവിടെ ഉൽഗത്തെ ആ സൗന്ദര്യങ്ങളെല്ലാം ഒന്ന് ആസ്വദിക്കുന്ന പോകുന്നുണ്ടില്ല, വീഡിയോ നോക്കുമ്പോൾ അവിടെ. അപ്പം എന്തെല്ലാം നിലക്കുള്ള ജീവികൾ സമുദ്രത്തിലുണ്ട്, കാടിലുണ്ട്, എങ്ങനത്തെ പക്ഷികളുണ്ട്, എങ്ങനത്തെ പാമ്പുകളുണ്ട്. ഇങ്ങനെ ജീവികൾ വ്യത്യസ്തമായിരിക്കട്ടെ, പാറ പാമ്പ്, എന്തെല്ലാം നിലക്കുള്ള ജീവികൾ ഈ ലോകത്തിൽ അല്ലാഹു ഉണ്ടാക്കി വെച്ച്. അപ്പം ഇങ്ങനെ ഖിയാമത്ത് നാൾ തോറും പഠിച്ചെങ്കിൽ തീരാതത്ര വിഷയങ്ങൾ ഈ ഭൂമി ലോകത്തിലും. ഇനി ആകാശത്തെ വിഷയം നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, ആകാശത്തിൽ ഓരോരോ നാളും വേറെ വേറെ ഒരു എത്ര ഡിഗ്രി, ഒരു 10.93 1 മില്യൺ എന്തിനാ ഡിഗ്രി ഗാലക്സികളുണ്ട് പഠിച്ചേക്കാം. ഗാലക്സി, ആകാശത്തിൽ ഗാലക്സി നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ട്, അതിൽ വിശാലത്തെ എത്ര വലിയുണ്ട് ചുണ്ടത്. അപ്പോൾ ഒരു 10 എന്തിനാ ഡിഗ്രി 1 മില്യൺ 10 ലക്ഷത്തെത്രയുള്ള ഗാലക്സി കൊണ്ട് പഠിച്ചത്. വലിയ നോക്കുമ്പോൾ ബിലിയനായിട്ട് 100 ലക്ഷവും അതിനാണ്ടി പറയും. ഇപ്പോൾ നോക്കുമ്പോൾ അതിനാണ്ടി അപ്പറ എത്രയോ ബിലിയൻ ഗട്ടല ഗാലക്സികളുണ്ടായിട്ട് വിജ്ഞാനികൾ ചെന്നുകൊണ്ടുള്ളത്. ഗാലക്സി ചൊല്ലുമ്പോൾ ഒരു ഗാലക്സി ഉള്ള വസ്തുക്കൾ അത് ചെറിയെന്നുള്ള ഗാലക്സി ആവണുണ്ടായെങ്കിൽ അതിൽ എന്തെല്ലാം അടങ്ങണം. സൂര്യകളും ഭൂമിയും അതുപോലെ ഞങ്ങളെ നെപ്റ്റ്യൂണും ഞങ്ങളെ പലത് പ്ലൂട്ടോവും, അതുപോലെ പ്ലൂട്ടോ ഗ്രഹമല്ല എന്നാലും അതടക്കമുള്ള ഈ ഞങ്ങളെ എല്ലാ ശനിഗ്രഹ പലതും അടങ്ങിയതായിട്ട് ഗാലക്സി, അത് വിശാലമായ ലോകമാണ്. അങ്ങനത്തെ ബിലിയൻ ഗട്ടല ഗാലക്സികളുണ്ടായിരിക്കരുത്. വിജ്ഞാനിമാർ ഓരോ വർഷത്തെ അങ്ങനെ റിസർച്ചിൽ ചെന്നുകൊണ്ടുള്ളത്. അപ്പം അങ്ങനെ ആകാശത്തെ അത്ഭുതങ്ങൾ ചൊന്നുകൊണ്ട് ഖുർആൻ ഒമിമ്മാലായ ആലമോൻ ഗുന്തില്ലാത്ത എന്തെല്ലാം അള്ളാഹു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഖിയാമത്ത് വരെ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ട് പോകണല്ലാണ്ട് പഠിച്ചിട്ട് എഴുതിയിട്ടുള്ളതില്ല, അത്രയുമുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ അള്ളാഹു ഇത്രയും ഈ നിലക്കുള്ള വസ്തുക്കളെ സൃഷ്ടിച്ച അള്ളാഹു ചൊല്ലെ സുബ്ഹാനല്ലാഹ്, ഇത്രയും സൃഷ്ടിച്ച റബ്ബ് അത്ഭുതമാണ്. റബ്ബുടെ സൃഷ്ടിപ്പും റബ്ബുടെ വ്യവസ്ഥയും അത്ഭുതമാണ് ചെന്നിട്ടു. അതിനെ സംബന്ധിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധിയാക്കണോ, അത്ഭുതപ്പെടണോ. എന്നിട്ട് അള്ളാഹു നിങ്ങൾ യോജിക്കാത്ത സിഫത്തുകൾ അള്ളാഹു മക്കളുണ്ട്, അള്ളാഹു മങ്ങിലായിട്ട് അള്ളാഹു അങ്ങനെ ഇങ്ങനെ ചെന്നിട്ടു അള്ളാഹുടെ കഴിവ് കുറവുണ്ട്, അള്ളാഹു വേരങ്ങൾ ആശ്രയിക്കടേ പോലത്തെ റബ്ബുക്ക് യോജിക്കാത്ത ഒരു വിഷയവും ചൊല്ലാണ്ട് റബ്ബുടെ നിങ്ങൾ പരിശുദ്ധമാക്കണോ ചെന്നിട്ടാണ് ഈ പരിശുദ്ധമായ ഖുർആനൊക്കെ പരിപാടികൊണ്ടുള്ളത്. അള്ളാഹു അവൻ്റെ എല്ലാ വിഷയങ്ങൾ പഠിച്ചിട്ട് അതനുസരിച്ചിട്ട് ജീവിക്ക തൗഫീഖ് നൽകുമാറാകട്ടെ, ഈമാൻ യാറാക്കി തരുമാറാകട്ടെ, നിയമത്തുകൾക്ക് നന്ദിയുള്ള കൂട്ടത്തിൽ അള്ളാഹു തലപ്പെടുത്തുമാറാകട്ടെ. ആപത്ത്, മുസീബത്ത്, ടെൻഷന്, എല്ലാ രോഗങ്ങളും വിഷമങ്ങളും കടങ്ങളും സിഹിറുകളും ബുദ്ധിമുട്ടുകളും ആപത്തുകളും എല്ലാത്തെ തൊട്ട് അള്ളാഹു സലാമത്താക്കി തരുമാറാകട്ടെ.